ഈ ദുനിയാവിൽ ജീവിച്ചിരിപ്പുള്ള ആളുകളിൽ അന്ന് ഏറ്റവും കൂടുതൽ ആദരവ് കാണിക്കേണ്ടത് ആരോടാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. അപ്പം ആ ആദരവിൻ്റെ രൂപമാണ് സ്വഹാബികളിൽ നിന്ന് നമ്മൾ കണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ആദരവ് കാണിക്കേണ്ടത് ആരോടാ? മാതാപിതാക്കളോടാണ്. ആ മാതാപിതാക്കളോട് ഇതേ രൂപത്തിലാ ത്വൽഖ് ബിൻ ഹബീബ് റഹ്മഹുല്ലാഹ് അദ്ദേഹം പെരുമാറിയത് എന്ന്. അദ്ദേഹത്തിന് ഇരുനിലയുള്ള വീടുണ്ട്. അദ്ദേഹം പണ്ഡിതനാണ്, ഒപ്പം തന്നെ വലിയ സമ്പന്നനും കൂടിയാണ്. അദ്ദേഹം സ്വന്തം ഉമ്മ വീടിൻ്റെ താഴെയുണ്ട് എങ്കിൽ ആ വീടിൻ്റെ മുകളിലേക്ക് അദ്ദേഹം നടന്നിരുന്നില്ല എന്ന്. മുകളിലേക്ക് കയറില്ല. കാരണം ഉമ്മയുടെ മുകളിൽ പോയിട്ട്, ഉമ്മ ഉള്ള സ്ഥലത്തിൻ്റെ മുകളിൽ പോയിട്ട് അവിടെ ഇരിക്കുക എന്ന് പറയുന്നത്, അവിടെ നടക്കുക എന്ന് പറയുന്നത്, അത് ഉമ്മയോട് കാണിക്കുന്ന അനാദരവായിട്ടാണ് അദ്ദേഹം കണ്ടത് എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിയ സഹോദരങ്ങളെ, എങ്ങനെയാണ് അവർ സ്വഹാബികളിൽ നിന്ന് പഠിച്ച, ദീൻ പഠിച്ച താബീയങ്ങൾ, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള തൃപ്തി നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവർ പ്രവർത്തിച്ചത് എങ്ങനെയാണെന്ന് നോക്കിയാൽ